ഹലോ. അപ്പോൾ ഞങ്ങളുള്ളത് ഇപ്പോൾ മസ്കറ്റിലാണ്. ഉണ്ണിച്ചേട്ടൻ്റെ വീട്ടിലാണ് കേട്ടോ. അപ്പോൾ ഞാൻ എഴുന്നേറ്റ് അമ്മൂനെയൊക്കെ വിളിക്കുകയാണ്. രാവിലെ തന്നെ എഴുന്നേറ്റ് അമ്പലത്തിൽ പോവാന്നൊക്കെ പറഞ്ഞ് കിടന്നതാണ് എല്ലാവരും. പക്ഷേ എല്ലാവരും എഴുന്നേറ്റപ്പോൾ 9 മണിയായി. അങ്ങനെ അപ്പോൾ ഇത് ഫ്ലാറ്റാണ് കേട്ടോ. അവർ താമസിക്കുന്ന ഫ്ലാറ്റിലാണ്. അപ്പോൾ ഞങ്ങൾ മുകളിൽ നിന്നുള്ളൊരു വ്യൂ ആണ് കേട്ടോ. അപ്പോൾ ഞാൻ പുറത്തേക്ക് നോക്കിയപ്പോൾ നല്ല കാഴ്ചകളാണ് കാണുന്നത്. ലുലു കാണാം, പിന്നെ 2 ഫുട്ബോൾ കോർട്ട് ഉണ്ട് അവിടെ. പിന്നെന്തുവാ, നല്ലൊരു ഏരിയയാണ്. പിന്നെ ദേ സിന്ധു ചേച്ചിയുടെ കറ്റാർ വാഴ അകത്ത് തന്നെയാണ് കേട്ടോ വെച്ചേക്കണം. പക്ഷേ നന്നായിട്ട് നിൽക്കുന്നുണ്ട്, കണ്ട നല്ല സൂപ്പറായിട്ടൊക്കെ ഉണ്ട്. അങ്ങനെ അപ്പോൾ ഏട്ടനൊക്കെ എഴുന്നേറ്റ് അവിടെ ഇരിക്കുന്നുണ്ട്. രാവിലെ തന്നെ പോകാമെന്ന് പറഞ്ഞിട്ട് ആരും എഴുന്നേറ്റില്ല. പിന്നെ അമ്പലത്തിൽ പോക്ക് കഴിഞ്ഞൊന്നുണ്ട്. ഇവിടെ 10 മണിയാകുമ്പോഴത്തേക്കും അടയ്ക്കും. അങ്ങനെ ഇനി അമ്പലത്തിലേക്കായിട്ട് പിന്നെ ഒരു ദിവസം വരാമെന്ന് വിചാരിച്ചിരിക്കുകയാണ്. അങ്ങനെ അപ്പോൾ ഏട്ടനവിടെ എഴുന്നേറ്റിരിക്കുന്നുണ്ട്. അമ്മ എഴുന്നേറ്റിട്ടില്ല, അപ്പു എഴുന്നേറ്റിട്ടില്ല. എന്തിട്ടാ ഹായ് ഒന്നുമല്ലേ പറയാ. ഏട്ടനിപ്പോൾ ഒന്നും പറയാറില്ല കേട്ടോ കുറേ ദിവസം. മസ്കറ്റിലേക്ക് വന്നതാണ് പെരുന്നാളായിട്ട്. അത് അപ്പോൾ ഇന്നലെ വന്ന് ഞങ്ങൾ അൽബുസ്ഥാനിൽ ബോട്ടിങ്ങിനൊക്കെ പോയി. അത് കഴിഞ്ഞ് മത്ര കോർണേഴ്സിൽ പോയി. അത് കഴിഞ്ഞ് ഞങ്ങൾ അമ്പലത്തിൽ പോയതാണ്. പക്ഷെ ഭയങ്കര റഷ് കാരണം ഞങ്ങൾക്ക് അങ്ങോട്ട് എത്തിപ്പെടാൻ പറ്റില്ല. അത് തിരിച്ച് നമ്മളൊരു ഫ്രണ്ട് ഉണ്ട് നമ്മുടെ നാട്ടിൽ, ഉണ്ണിച്ചേട്ടൻ. അപ്പോൾ ഇന്നലെ ഞങ്ങൾ ഇവിടെ രാത്രി ഇവിടെ സ്റ്റേ ചെയ്ത് ഞങ്ങളൊക്കെ ഇത് റെഡി ആയിപ്പോൾ ഞങ്ങൾ പോകാനുള്ള പരിപാടിയാണ്. അപ്പോൾ പെരുന്നാളിൻ്റെ 2ാം ദിവസമായി ഇന്ന് ഞങ്ങൾ ലുലുവിലൊക്കെ ഒന്ന് കയറണം. ഒന്ന് കയറി ചെറിയ പർച്ചേസിങ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നേരെ തന്നെ വീട്ടിലേക്ക് പോകണം എന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ അമ്മ ഇങ്ങനെ കാലം തന്നെ ടാപ്പൊക്കെ എടുത്ത് വെച്ചിട്ട് നോക്കുന്നുണ്ട്. അപ്പോൾ റെഡി ആയിരിക്കുന്നുണ്ട്. അപ്പോൾ ലൈറ്റില്ല. അമ്മ എന്ത് പറഞ്ഞാലും സൗണ്ട് ഇല്ലാണ്ട് വയ്ക്കും. എന്നിട്ടാ യൂട്യൂബിലിടാം. എന്തേ ആ നിങ്ങൾ പറയണത് ഞാൻ ഇടാറുണ്ടല്ലോ. എന്ത് ചേച്ചിനെ, മറ്റേ ചേച്ചിനെ വിളിക്കാം. ചേച്ചി വീഡിയോ എടുക്കണ്ടാ ഇല്ലേ? റെഡി വന്നിട്ട് എടുത്താൽ മതിയാ. റെഡി വന്നിട്ട് എടുത്താൽ മതിയാ. പോസേ പോസേ നൈറ്റ് കുഴപ്പമില്ല, നല്ലതാണ്. നല്ല നൈറ്റ് ഭംഗിയുണ്ട്. അല്ല, കിച്ചൺ ഇങ്ങനെയാണെന്നാണ് എല്ലാവർക്കും ഇഷ്ടം. കിച്ചൺ എപ്പോഴല്ല അവിടെ ഇങ്ങനെ ഇരിക്കുന്നു. നീറ്റാക്കി വയ്ക്കണമെങ്കിൽ ഒന്നും ഉണ്ടാക്കരുത് അല്ലേ? ഒന്നും ഉണ്ടാക്കാതെ അടിച്ച് നീറ്റായിട്ടിരിക്കല്ല അവിടുത്തെ. നമുക്ക് പറ്റില്ലല്ല, 2-3 പിള്ളേരും ഫാമിലി ഉള്ളടത്ത് പറ്റില്ല. വരണം. വീഡിയോ എടുക്കണ ഒരു കഷ്ടപ്പാടാണല്ലോ. ആർക്കാണ്? ആ ശരിയാണ്. അല്ലെങ്കിൽ എൻ്റെ ചാനലിപ്പോൾ എവിടെ എത്തണ്ടാണ്. നാല് മണിക്ക് എഴുന്നേക്കോ വിളക്ക് വയ്ക്കാൻ? പ്രാർത്ഥന
അവരെനിക്ക് 5:30 5:30 എണീച്ച് യോഗ യോഗ 2 മണിക്കൂർ അർത്ഥം ചെതാൻ പറ്റില്ല. കാലങ്ങൾ കയ്യെടുത്ത നമ്മുടെ മേത്ത് കൂടെ കഴിഞ്ഞപ്പോൾ സിന്ധുവേ ഇവിടെ വെച്ചു പിന്നെ തുടരെ വെച്ചു സ്വന്തം സന്ധി ചേച്ചി ചായ കൊണ്ടുവരുന്നുണ്ട്. സായനെ ഞാൻ പറയാണ് നമ്മുടെ ഒരു ഉത്തരവാദിത്തം ചൂടുണ്ട് കേട്ടോ. എന്നിട്ടാ ചായ ഇതെന്തിട്ടേലും കഴിച്ചോളൂ. വേണ്ട ഇവിടെ ഇങ്ങനെ കറക്റ്റ് ചെയ്തിട്ട് ഇവിടെ ഇങ്ങനെ വെച്ചാൽ
അരിയേ സാമ്പാർ ഉപ്പ് കുറവുണ്ടോ? ഉപ്പ് ആ അതിന്റെ മേളിലൊരു ഷോപ്പ് ഉണ്ട് ലോട്ട് എന്ന് പറഞ്ഞിട്ട് അത് അഫോർഡബിൾ എന്ന് വെച്ചാൽ ചെറിയ പ്രൈസിലുള്ള നല്ല ക്വാളിറ്റിയുള്ള സാധനങ്ങൾ. ചപ്പാത്തി വേണോ? വേണമല്ലോ ഇട്ട് കൊടുക്കില്ല കൊടുക്കണ്ട അതിന്റെ അത് ചൈന എന്താ ഉച്ചയ്ക്ക് ഇല്ലേ? അതെ. हेलो हाँ बोलो ये आदमी लोग नहीं उठाते मेटल कौन करेगा पब्लिक ओके 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 सर हिंदू है
എവിടെയാണ് എടുത്തില്ല എന്നാണ് അപ്പ് പറഞ്ഞ ഏട്ടൻ്റെ എടുത്താ എന്താ ഷൂ എവിടെയാ മുകളില വെറുതെ പറയണല്ലോ അമ്മോ അമ്മോ ആ അതെ ഡ്രസ്സുകൾ അവിടെ ഉണ്ട് മാക്സ് ഉണ്ട് ആരാ പോലീസിരിച്ചോ തിരക്കില്ല കേട്ടോ ഇല്ലേ രണ്ടാളും ഫോണിൽ അങ്ങടും ഇങ്ങടും ഒരാള് സ്റ്റക്കായിക്കണ് ലോട്ടില്ല ഷൂ കണ്ടത് നീ അപ്പൊ പറഞ്ഞ വാട്ടർ ബോട്ടിൽ വേണോ അമ്മ ഒരെണ്ണവിടെ ഉണ്ട് ഒരെണ്ണവിടെ ഉണ്ടല്ലേ ട്രോളി എടുത്തില്ലല്ലോ നമ്മ ട്രോളി എടുത്തില്ലല്ലോ പൈസ എത്രണ്ടാവും 1700 ഉണ്ട് വെള്ളം കൊണ്ടുപോകാൻ കുപ്പി ഒരെണ്ണം അവിടെ ഉണ്ട് നമ്മൾ വിഷ്ണുവിൻ്റെ കൂട്ടുകാർ ഫ്രണ്ട്സ് തന്നില്ലേ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് അതിൽ പിന്നെ ഒരെണ്ണം അമ്മൂന് വേണമെങ്കിൽ വാങ്ങിച്ചു ഇങ്ങനത്തെ എല്ലാം കൊണ്ടുപോയി കുടിക്കുമോ +1 വേണമെങ്കിൽ എടുത്തു അതിൻ്റെ ലോക്ക് പോയി കഴിഞ്ഞാൽ കഴിഞ്ഞല്ല അത് ലോക്ക് കാറാ മേടിക്കുന്നത് കാറ് ഓടിച്ച് കളിക്കാൻ പോകണുള്ളൂ കുഞ്ഞു മോൻ അതോ അതെയാ എത്രയാണ് ദേവനെ കാർ ഓടിച്ചെടുക്കാം കാറ് അപ്പോൾ കാർ ഓടിച്ചെടുക്കാൻ കൊട ഉണ്ടോണോ കൊട
അമ്മ നമ്മളന്ന് ലുലുവിൽ കണ്ട പാത്രല്ലേ ഇത് അതവിടെ ഇരിക്കുന്നുണ്ട് നോക്കി അതിന് ഇത് കുറവുണ്ട്. ഫ്രൈ പാൻ എടുക്കണ്ടേ? അയ്യോ ഇതൊന്നും വെയിറ്റ് ഇല്ലാത്താണല്ലോ, അൽ ഷെയ്ക്കലത്തെ പോലത്തെ. വെയിറ്റ് ഇല്ല പാത്രത്തിന്. എടുത്തോ പിടിച്ചമ്മ, ഞാൻ രണ്ട് റിയൽ ഒരെണ്ണത്തിന് അറിയാലോ, ഒരെണ്ണം വാങ്ങാതെ രണ്ടെണ്ണം എന്താ ഒരെണ്ണം വാങ്ങാം. വിൻറ്റേജ് ആണ്. പക്ഷെ ഇത് കുറഞ്ഞ ക്വാളിറ്റി സാധനം ഇതെല്ലാം കൂടി ഓടുക. എങ്ങനത്തേലും കുറച്ച് കഴിയുമ്പോൾ അതിൻ്റെ അതൊക്കെ പോകും പോട്ടിന്. ചെറുതാണല്ലോ, വലുതാണല്ലോ. 4 സംതിങ്ങിന് കുഴപ്പമുണ്ടാവില്ല. 10 റിയാലിൻ്റെ പാത്രത്തെ ആര് മേടിക്കുന്നു? ഇതിന് അത്യാവശ്യം വെയിറ്റ് ഉണ്ട്. ലോക്കലി നന്നാകാം. നന്നായിട്ടുണ്ട്. ഇത് വാങ്ങിക്കട്ടെ, ഇത് വാങ്ങിക്കട്ടെ. ഇവിടെ ഫുള്ള് സിൽവറാണ്. കളാമാര വൈകി നീനെ പൂട്ടി വെച്ച് എങ്ങനെ തുറന്നു നോക്കിയിട്ട് എന്ത് ഗിഫ്റ്റാ വാങ്ങിക്കണ്ട. 2,500 ഓടണത് മറ്റേ വാച്ചോ വാ വാ വാ, ഇവിടെ അല്ല, താഴെയാണ്, താഴെ ബില്ല് താഴെ. അമ്മോ മെസ്സേജ് വന്നായിരുന്നോ ടെമോ വരുമെന്ന് പറഞ്ഞാൽ? അമ്മ അമ്മ ഏട്ടാ ഏട്ടാ हेलो, हाँ आज छुट्टी है क्या आपका? 2 बजे ड्यूटी है ना? ठीक है। ये हमारे पास स्टूडेंट फेस्टिवल भी है ना, अभी एक ही चलता है ना। അയ്യോ പറയുന്നല്ലേ
അതല്ലേ ഞാൻ പറഞ്ഞ അവരോട് നടക്കണുണ്ടോ എന്ന് നോക്കാൻ പറഞ്ഞത്. നടക്കണ്ട നടക്കണ്ട. അതിലേക്ക് കയറൂല, അപ്പുറത്തൂടിയോ ടയർ പോവും. ഒരു വണ്ടി വന്നേക്കണോക്ക് ഫിഷിംഗ് ഫ്രീക്സാറിൻ്റെ വണ്ടി പോലെ. ഫിഷിംഗ് ഫ്രീക്സാറിൻ്റെ വണ്ടി ഇതുപോലെയാണ്. മീൻ വയ്ക്കാൻ ഐസും പറ്റി ചൂണ്ട വേട്ട വണ്ടി. ഓരോരുത്തരുടെ ഐറ്റംസ് ആണെന്നോ നല്ലത് വെച്ചേക്കണം. സോളാർ വെച്ചിട്ടുണ്ടോ? സുഡാനിൽ നിന്ന് വന്ന വണ്ടിയാ. 20 രാജ്യം കവർ ചെയ്ത പോയി. മാപ്പ് വെച്ചിട്ടുണ്ടോ? അപ്പൊ അവരിങ്ങനെ കറങ്ങി കറങ്ങി വന്നേക്കണാണല്ലേ. ദേ വണ്ടി ബാക്കിൽ മാറിക്ക്. അപ്പൊ വേഗം കൊടുത്തോ. എന്താണ് എറിയല്ലേട്ടാ? പൊട്ടണ സാധനങ്ങൾ എന്തെങ്കിലും ഉണ്ടോ? എന്തുട്ടാ കൊടുക്കാൻ പറ്റിയ സാധനം എന്തുട്ടാ? നമ്മളെ സിമെന്റിന്റെ ചാക്ക് വെച്ചിട്ടുണ്ടായിട്ട് ലുലു ആണത്രേ. ലുലു അല്ലേ അമ്മ? ലുലു ആണത്രേ. ലുലു അല്ലെങ്കിൽ പിന്നെ നല്ല കമ്പനിയുടെ എന്തെങ്കിലും സാധനം തോന്നൂടെ? അതാണ് ഈ ഓഫർ എന്നും പറയട്ടെ. റേഷൻ കടയിൽ കൊണ്ടുപോവാ അമ്മ. റേഷൻ കടയിൽ പോകുമ്പോ കൊണ്ടുപോവാമോ? തന്നെ അല്ല, എന്നിട്ട് അതിന് 300 പൈസ ആക്കി കൊണ്ടുവന്നിട്ടുണ്ടാവും. ഞാൻ കയറട്ടെ എന്നാ. വെള്ളം എടുത്തോട്ടാ അമ്മ. വെള്ളം എടുത്തോ? വെള്ളം അച്ഛൻ ചോദിച്ചിട്ട് വാങ്ങിച്ചതാ. വണ്ടിയിലിട്ടു. ആസ്റ്റർ റോയൽ ഹോസ്പിറ്റൽ. ആസ്റ്റർ ഹോസ്പിറ്റൽ ഉണ്ടോ? ഇത് നമ്മളുടെ അവിടെ ഉള്ള ആസ്റ്റർ തന്നെയാണോ ഈ ആസ്റ്റർ?